Audio Jungle. Audio Jungle. പ്ലസ് ടു ബോർഡ് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അല്ലേ? ടൈം ടേബിളൊക്കെ എല്ലാവരും കണ്ടു കാണും. നല്ല ടൈം ടേബിളാണ്. എന്നാൽ പണി പാളുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന പ്ലസ് ടുക്കാർക്ക് ചില പണി പാളാനും ഈ ടൈം ടേബിളിൽ സാധ്യതയുണ്ട് അല്ലേ? പ്ലസ് വണ്ണിൻ്റെ എക്സാം മാർച്ച് 5-നാണ് തുടങ്ങുന്നത്. ഫിസിക്സ് ആണ് അല്ലേ? ഫിസിക്സ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മാർച്ച് 11-ന് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, മാർച്ച് 13-ന് കെമിസ്ട്രി ആണ്, മാർച്ച് 16 ബയോളജിയാണ്. അപ്പം ഏകദേശം ഈ മാർച്ച് 5-നും മാർച്ച് 11-നും ഇടയിലായിട്ടൊരു 5 ദിവസം ഗ്യാപ്പ് കിടപ്പുണ്ട് അല്ലേ? ഈ 5 ദിവസത്തിൽ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജിന് ഒരു ദിവസം മാറ്റി വയ്ക്കപ്പെടുകയാണെങ്കിൽ ബാക്കി 4 ദിവസം കൂടെ നമുക്ക് എന്താ പഠിക്കാൻ പറ്റും? കെമിസ്ട്രിയും അതേപോലെ തന്നെ ബയോളജിയും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റും. അതിനൊക്കെ മാർച്ച് 23-ന് ഒരാഴ്ചയോളം സമയം നമുക്ക് എന്തുണ്ട്? ഫിസിക്സിനുണ്ട്, മാത്സിനുമുണ്ട്. പ്ലസ് വൺകാരെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഇതാണ്, ഈ കെമിസ്ട്രിക്കാണ് ഒരു ഗ്യാപ്പ്, ടൈം ലിമിറ്റ് വളരെ കുറഞ്ഞു വരുന്ന കെമിസ്ട്രിക്ക് മാത്രമാണ്, പിന്നെ ബയോളജിയുമാണ്. അപ്പോൾ അത് നിങ്ങൾ മുൻകൂട്ടി പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ ഫിസിക്സ് കഴിഞ്ഞുള്ള ദിവസം ഈ 5 ദിവസവും സെക്കൻഡ് ലാംഗ്വേജിന് ആവശ്യമില്ല, ബാക്കി 4 ദിവസങ്ങളും കൂടെ വേണമെങ്കിൽ കെമിസ്ട്രി പഠിക്കാനായിട്ട് എടുക്കാം. പക്ഷേ പ്ലസ് ടുക്കാരുടെ എണ്ണയപ്പോൾ നിങ്ങൾ നോക്കിയേ, മാർച്ച് 6-ന് ഫിസിക്സ് ആണ്, മാർച്ച് 10-നാണ് കെമിസ്ട്രി. കഴിഞ്ഞോളം നമുക്കറിയാം ഈ പ്ലസ് വൺ കെമിസ്ട്രി ഭയങ്കര ടഫായിരുന്നു അല്ലേ? ഓക്കെ, പ്ലസ് വൺ കെമിസ്ട്രി മാത്സുമാണ് കുറേയധികം പേർക്ക് തോറ്റിട്ടുള്ളതും കുറേയധികം പേര് ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങൾ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അവിടെ റെഡ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി മാർച്ച് 10 ചൊവ്വാഴ്ചയാണ്, മാർച്ച് 10 ചൊവ്വാഴ്ചയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ദിവസം ഗ്യാപ്പേ ഉള്ളൂ. ആ ഒരു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർച്ച് 12-ന് സെക്കൻഡ് ലാംഗ്വേജ് ആണ് അല്ലേ? മാർച്ച് 12-ന് നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് മാർച്ച് 12-ന്. മാർച്ച് 13-നാണ് നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രി ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതേണ്ടത്. അവിടെ നിങ്ങൾക്ക് പണി പാളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ദിവസങ്ങളില്ല, മുൻകൂട്ടി തന്നെ പ്ലസ് ടുവിൻ്റെ ലാബ് വരുന്നുണ്ട്, പ്രാക്ടിക്കലുണ്ട്, അതേപോലെ തന്നെ റെക്കോർഡ്സും അതേ കണക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സമയമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കണക്ക് പ്ലസ് ടു എക്സാമിന് പഠിക്കണം. അതോടൊപ്പം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സമയം കുറവാണ്, മുൻകൂട്ടി തന്നെ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അതേ കണക്ക് പ്ലസ് ടുക്കാർക്ക് പിന്നെ മാർച്ച് 17-ന് ട്യൂസ്ഡേ ആണ്, മാത്സ് ആണ്, മാർച്ച് 24-ന് ബയോളജിയാണ്. പ്രശ്നമല്ല, ഏകദേശം 7 ദിവസത്തോളം ബയോളജി പഠിക്കാനായിട്ട് പിന്നെയും സമയമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് പ്ലസ് ടുക്കാർക്ക് പണി പാടാൻ സാധ്യതയുള്ളത്, നിങ്ങൾക്ക് 24-ന് ബയോളജി കഴിഞ്ഞ് കഴിഞ്ഞാൽ 27-ന് കൃത്യം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് 1 മാത്സ് ഇംപ്രൂവ് ചെയ്യാനുള്ളവർക്ക് മാർച്ച് 27-നാണ് എക്സാം. സോ അവിടെ ഒരു പണിപാളൽ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഇംഗ്ലീഷാണ്. സെക്കൻഡ് ലാംഗ്വേജിനേക്കാൾ കുറച്ചുകൂടെ സമയം നമുക്ക് ഇംഗ്ലീഷിൽ സ്പെൻഡ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ 24-ന് പ്ലസ് ടു ബയോളജി കഴിഞ്ഞവർ 25, 26, 27-ന് പിന്നെ ചിലപ്പോൾ മാത്സ് ഇംപ്രൂവ് ചെയ്യേണ്ടുള്ളവർക്ക് 27-ന് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യണം, 28-ന് ഇംഗ്ലീഷ് എക്സാം എഴുതണം. അപ്പോൾ അവിടെയും ഒരു പണിപാളലുണ്ട്. അപ്പം നിങ്ങൾ ഈ ടൈം ടേബിൾ ബൈഹാർട്ട് ചെയ്യുക. ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവർ ഈ അവരുടെ ടൈം ടേബിൾ നിങ്ങൾ പഠന മുറികളിൽ നിങ്ങളുടെ ഡെസ്കിനടുത്ത് വല്ലതും എഴുതി ഒട്ടിക്കുക. ടൈം ടേബിൾ ഫിക്സ് ചെയ്യുക. ടൈം ടേബിൾ ഫിക്സ് ചെയ്തിട്ട് എന്താണ് മാത്സും കെമിസ്ട്രിയും 2 ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവർക്ക് ഹാർഡ് വർക്ക് വളരെയധികം ചെയ്യേണ്ടി വരും. കഴിഞ്ഞ അതിന് ഒരുപാട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളത് ഇപ്പോഴേ തന്നെ, ഇനിയിപ്പോൾ സമയം ഇല്ല, നവംബർ ആയി കഴിഞ്ഞു. അപ്പോൾ പ്രാക്ടിക്കലും കാര്യങ്ങളും കൂടെ പ്ലസ് ടുക്കാർക്ക് കയറി വരുന്നതുകൊണ്ട് ഏകദേശം ദിവസങ്ങൾ വളരെ കുറവാണ്. വളരെ പെട്ടെന്ന് തന്നെ വളരെ ഗൗരവത്തിൽ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്.